ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ അല്ലേ. ഞാൻ നന്നായി ഓടും, നന്നായി ചാടും എന്നൊക്കെ പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ളതാണ്. അപ്പോൾ സ്പോർട്സ് കോട്ട അഡ്മിഷൻ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക, രജിസ്ട്രേഷൻ ഇൻ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഇൻ ഹയർ സെക്കൻഡറി കോഴ്സസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള സൈറ്റിൽ അത് ഓൾറെഡി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം, അതായത് നമ്മുടെ ഓട്ടത്തിനും ചാട്ടത്തിലൊക്കെ പോയി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയ എൻ്റെ വിദ്യാർത്ഥികൾക്ക്, എൻ്റെ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. വേഗം നിങ്ങളുടെ ക്ലാസ്സിലെ ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ ഓടാൻ വേണ്ടി പോകുന്ന ലോങ് ജമ്പിന് സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് വേഗം ഇതങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചില അവർക്ക് പഠിക്കാൻ കുറച്ച് പുറകിലാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കാരണം അവർക്ക് എന്തെങ്കിലും സാധിക്കും, പല സ്കൂളിലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, സാധ്യതയെല്ലാം കിട്ടും. റെഡി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നേരെ നമ്മൾ HS ക്യാമ്പിന്റെ സൈഡിലേക്ക് പോകുന്നു. അതിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഇങ്ങനത്തെ ഒരു സാധനം കാണാം. എന്താണത്? സ്പോർട്ട് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണാം കേട്ടോ. സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ കാണാൻ നേരെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫോം കാണാൻ നിങ്ങൾക്ക്. അതായത് എങ്ങനെയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഫിൽ രജിസ്ട്രേഷൻ ഫോം ഓൺലൈൻ. ആദ്യമായിട്ട് ഓൺലൈൻ ഫോം രജിസ്റ്റർ ചെയ്യണം. രണ്ടാമതായിട്ട് ഫൈനൽ സബ്മിഷൻ ഫോർ ദ രജിസ്ട്രേഷൻ. അതായത് എല്ലാ നമ്മൾ കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ നമ്മൾ കൊടുക്കണം. അതുപോലെ പ്രിന്റ് ഔട്ട് ദ രജിസ്ട്രേഷൻ സ്ലിപ്പ്. നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ സ്ലിപ്പ് ഉണ്ടാവില്ല, അതിന്റെ പ്രിന്റ് ഔട്ട്, അതായത് അതിന്റെ PDF പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം? ആ പ്രിന്റ് നമ്മുടെ കയ്യിൽ വേണം. ഏറ്റവും നാലാം സ്റ്റേജ് വിസിറ്റ് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ ഓഫീസ് അലോങ് വിത്ത് സ്ലിപ്പ് ആൻഡ് ഒറിജിനൽ ഓൾ ഡോക്യുമെന്റ്സ് ടു പ്രൂവ് ദ അച്ചീവ്മെന്റ്സ്. അതായത് നിങ്ങൾ എവിടേക്ക് പോകണം? ഈ പ്രിന്റ് എടുത്ത സാധനമായിട്ട് നിങ്ങൾ നേരെ പോകേണ്ടത് നിങ്ങളുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലാണ്. ജില്ലാ സ്പോർട്സ് ഓരോ ജില്ലയിലും അവരുടേതായിട്ടുള്ള സ്പോർട്സ് കൗൺസിൽ ഉണ്ടായിരിക്കും. അവിടെ പോവുക. ഡേറ്റ് ചിലപ്പോൾ അതിൽ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പോവുക. ഡേറ്റ് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിന്റ് ഔട്ട് കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പോകുന്നു. ഈ നിങ്ങളുടെ എന്തിനൊക്കെയാണ് നിങ്ങൾ ആഡ് ചെയ്തത് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഒറിജിനൽ അവിടെ കാണിച്ചു കൊടുക്കുന്നു. അത് ഓക്കെ വെക്കുന്നു. ഓക്കെ വെച്ച് കഴിഞ്ഞാൽ സംഗതി എന്തായി? സംഗതി ഓക്കെ ആയി. റെഡി. അപ്പോൾ ആദ്യം എങ്ങനെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം? ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്ലിക്ക് ഇതുണ്ടാവും. ഇതിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്കീം SLC ഇവിടെ കൊടുക്കുന്നു, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, നിങ്ങൾ പാസ്സായ വർഷവും നിങ്ങളുടെ മാസം കൊടുക്കുന്നു. മാസം പറഞ്ഞാൽ 3/2024 അത് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു ക്യാപ്ഷൻ കോഡ് എഴുതുന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്കായി പോവുക. അവിടെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, പിൻകോഡ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നു. സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്ന എപ്പോഴാണ്? നേരെ പോകുന്ന ഇങ്ങനത്തെ ഒരു ഇതിലേക്കായിരിക്കും. ഇതിലാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? നിങ്ങളുടെ കായിക നേട്ടങ്ങൾ, നിങ്ങളുടെ സ്പോർട്സ് അച്ചീവ്മെന്റ്സ് ഓരോന്നായി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ആദ്യം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാന്നുള്ളത് കൊടുക്കുക. അതിനെ സെലക്ട്, നിങ്ങൾ വിഭാഗം സെലക്ട് ചെയ്യുക. അതിന് ഇനം സെലക്ട് ചെയ്യുന്നു. അതിന്റെ ഏത് മാസമാണ്, ഏത് വർഷമാണ്, ഏത് സ്ഥാനമാണ്, 1 ആണോ 2 ആണോ 3 ആണോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ അല്ലെ. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ 1 by 1 ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനമായിട്ട് ആദ്യം എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. എന്നിട്ട് പെർമിറ്റ് എഡിറ്റ്, അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ ഒരു തവണ ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് സ്വന്തമായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെന്റേഴ്സിലോ അല്ലെങ്കിൽ ഇത് അറിയുന്ന ഏതെങ്കിലും ആളുടെ ഓൺലൈൻ സർവീസുകൾ, സേവനങ്ങൾ നൽകുന്ന സ്ഥലത്ത് പോയി ചെയ്താൽ മതി. വെറുതെ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഒറ്റ ചെയ്തിട്ടിരിക്കാൻ പാടില്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഒക്കെ ഓക്കെ ആണെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായി നിങ്ങളുടെ പ്രിന്റ് ഔട്ട് PDF എടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ PDF നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെ പോകണം? നിങ്ങൾ നിങ്ങളുടെ സ്പോർട്സ് കൗൺസിലിൽ പോകണം. സ്പോർട്സ് കൗൺസിലിൽ പോയിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ സ്പോർട്സ് കൗൺസിലിൽ പോയിട്ട് അവിടെ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ ഹാജരാകുക. നിങ്ങളുടെ പേര് അവിടെ ആദ്യം കൊടുക്കുന്നു, നിങ്ങളുടെ പേര് വിളിക്കുന്നു, പോകുന്നു, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, സീൽ വാങ്ങുന്നു, സംഭവം സെറ്റാക്കുന്നു. ഓക്കെ. അപ്പോൾ സംഭവം ചെറിയ പ്രോസസ്സുകൾ, വലിയ സംഭവമൊന്നുമില്ല. സ്പോർട്സ് കോട്ട അഡ്മിഷനിൽ സംഭവം വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന പരിപാടികളാണ്. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സ്പോർട്സ് കോട്ട അച്ചീവ്മെന്റ്സ് ചിലപ്പോൾ നിങ്ങളുടെ കരാട്ടെ ആയിരിക്കും, എന്തായിക്കോട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നുണ്ടോ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പഠിപ്പിച്ച സ്പോർട്സ് ടീച്ചേഴ്സോട് ചോദിക്കാം. അധികം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് നമുക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വേഗം നിങ്ങളുടെ സ്പോർട്സ് കോട്ട, നിങ്ങളുടെ ഓട്ടത്തിലും ചാട്ടത്തിലും ഫുട്ബോൾ കളിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾക്ക് പോലും എന്ത് ചെയ്യരുത്? നമ്മളെ എന്താണ് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ പറ്റി അറിയാത്ത കൊണ്ട് ഒരു അഡ്മിഷൻ എന്ത് ചെയ്യാൻ പാടില്ല, എവിടെയും പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയി വരാം. അതുവരെ ബൈ.